കൊട്ടാരക്കര മീഡിയയുടെയൊക്കെ ന്യൂസ് ഇങ്ങനെ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ജിജു എനിക്ക് അത്യാവശ്യം ഒരു ഐഡിയ തന്നു. അപ്പോൾ നമ്മൾ ചാനലിൽ കണ്ടതിലുപരിയായി ഇവർ കറക്റ്റ് നേരെ വന്ന ആളുകളാണല്ലോ. അപ്പോൾ അത് വെച്ച് കണ്ടപ്പോൾ എന്തെങ്കിലും നമ്മളാലാവുന്ന ചെറിയ ഹെൽപ്പാണെങ്കിൽ ചെയ്തു കൊടുക്കാമെന്ന് വരും. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പത്തനംതിട്ട പുല്ലാട് പിതാവ് അമ്മയെ കുത്തിക്കൊലപ്പെടുത്തിയതോടെ ഒറ്റപ്പെട്ടു പോയ 3 പെൺമക്കളുടെ വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കൊട്ടാരക്കര മീഡിയയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ വാർത്ത കണ്ട് ഈ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നതിനായി ചലച്ചിത്ര പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമായ സന്തോഷ് പണ്ഡിറ്റ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അമ്മ കൊല ചെയ്യപ്പെട്ടതും ഇതോടെ അച്ഛൻ ജയിലിലാവുകയും ചെയ്തതോടെ ഈ കുഞ്ഞുങ്ങൾ ഇപ്പോൾ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെയാണ് കഴിയുന്നത്. പ്രായാധിക്യം മൂലം 3 കുഞ്ഞുങ്ങളെ നോക്കാൻ ഇവരും ഏറെ ബുദ്ധിമുട്ടുകയാണ്. ഇവരുടെ ഈ ദയനീയസ്ഥിതി മനസ്സിലാക്കിയാണ് സന്തോഷ് പണ്ഡിറ്റ് സഹായവുമായി മുന്നോട്ട് വന്നത്. ഇത് പത്തനംതിട്ട ജില്ലയിൽ ആലുന്തറ എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇത് ശരിക്കും തിരുവല്ലയിൽ നിന്ന് എത്ര ദൂരം ഉണ്ടോ? 14 പുല്ലാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം കേട്ട ഒരു വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഒരു ശാരി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ വീടാണിത്. അപ്പോൾ അവരുടെ 3 മക്കളും വളരെ അവരുടെ വീട്ടിലെ അവസ്ഥയൊക്കെ ഒന്ന് നേരിട്ട് മനസ്സിലാക്കാനും നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ജിജുവായിയാണ് ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് തരുന്നത്. അപ്പോൾ അന്ന് ഈ സംഭവം നടക്കുമ്പോൾ അച്ഛൻ എത്ര മാസം നമ്മൾ ഇത് ശരിക്കും അവരെ മാരേജ് കഴിഞ്ഞിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? 11 വർഷം. അതെന്താ നമ്മൾ അതിൽ കണ്ടതെന്ന് വെച്ചാൽ ഇവർ പോലീസിലെല്ലാം കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു, അങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടായില്ല? പോലീസ് വന്നിരുന്നല്ലേ? അവിടെ ഇവിടെ കുത്തുകൊണ്ട് വിഷയം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു ബഹളം കേട്ട് ഞങ്ങൾ ഓടി വന്നായിരുന്നു. അപ്പൊ വന്നപ്പോ അന്ന് ആ പോസ്റ്റ് കറണ്ട് ഇല്ലായിരുന്നു. അന്നേരം നിങ്ങളെ വീട് ഇവിടെ തന്നെ? ഇതിന് തൊട്ടപ്പുറത്ത്. നിങ്ങളെ പേരെന്താ? ശ്രീലത. അന്നേരം അവിടെ കറണ്ട് ഇല്ലായിരുന്നു. അപ്പം ശശികുട്ടാനെ കുത്തി എന്നാണ് കേൾക്കുന്നത്. അപ്പൊ ഞാൻ ഓടി വന്നിട്ട് ഞാൻ പെട്ടെന്ന് അപ്പം വെട്ടമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് മൊബൈലിന്റെ വെട്ടം ഒന്ന് അടിക്കാൻ പറഞ്ഞു. എല്ലാവരും മൊബൈലിന്റെ വെട്ടം അടിച്ചപ്പോൾ ഈ ശശി എന്ന് പറഞ്ഞ ചാരിമോട് അച്ഛന് ഇവിടം തൊട്ട് അങ്ങോട്ട് രക്തത്തിൽ കുളിച്ച് അവിടെ കിടക്കുന്നു. ആ വെട്ടം അടിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് അപ്പച്ചി നിൽക്കുന്നു. അപ്പച്ചി അന്നേരം ഇങ്ങനെ നൈറ്റി എടുത്ത് കുത്തിയിട്ടുണ്ട്. അവിടെ നോക്കിയപ്പോൾ ഇത്രയുടെ രക്തം. അന്നേരം പറഞ്ഞു ഇത് എന്നെയും കുത്തിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അന്നേരം തന്നെ അവർ ഹോസ്പിറ്റലിലാണോ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അന്നേരം പിന്നെ പെട്ടെന്ന് പോലീസുകാർ വന്നു. അന്നേരം ശാരിമോക്ക് ബോധമില്ലായിരുന്നു. അപ്പോൾ ഓട്ടോയെ കയറ്റിയായിരുന്നു ആശുപത്രി കൊണ്ടുപോകാനായിട്ട്. അന്നേരം തന്നെ പിന്നെ പോലീസുകാർ വന്ന് ഇവിടെ തിരയുകയൊക്കെ ചെയ്തായിരുന്നു. വിലക്കോളം അങ്ങനെയാണ്. അച്ഛ എത്ര ദിവസം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ? ഒരാഴ്ചത്തോളം. ശരിമോട് അടക്കം കഴിഞ്ഞ ശേഷം അച്ഛനെ കൊണ്ടുവന്നത്. ആണല്ലേ? അപ്പൊ അച്ഛന് സുഖമില്ലാത്ത ഒരു ആളാണ്. ഇത് കാണാനോ ഇത് പറയാനോ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. നമ്മളിതിങ്ങനെ ന്യൂസിലിങ്ങനെ കണ്ട് നമുക്കൊരു വിഷമം തോന്നി. അപ്പോഴാണ് നമുക്ക് എന്താണ് ആ 3 കുട്ടികളുടെ അവസ്ഥ. എത്ര വയസ്സൊക്കെയുള്ള കുട്ടികളാണ് ഇത്? ഇതെങ്ങനെ ലക്ഷം വീട് കോളനിയാ? ആണല്ലേ? ഇവിടെ മൊത്തം അങ്ങനെ 3 ലൈനായിട്ട് ലക്ഷം വീട് കോളനി. ഇത് എത്ര സെന്റ് സ്ഥലം? 3.5 സെന്റ് സ്ഥലം. ഇതും അന്ന് ലക്ഷം വീട് കിടക്കുന്നത്. 2 ഉള്ളവരുണ്ട്, 1.5 ഉള്ളവരുണ്ട്. ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെ ലക്ഷം വീട് കോളനിന്റെ ഇതിലുള്ള. അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചിട്ട് ഇവർ പറയുമ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കായിരുന്നു, ഒന്ന് കുട്ടികൾക്ക് വേണ്ട എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്നുള്ള അല്ല, അങ്ങനെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചു കുട്ടികളുടെ കാര്യമാണ്. അതെ അതാണ് പ്രശ്നം. അപ്പം ഞാൻ സാധാരണ നമ്മൾ കഴിയുന്ന ക്യാഷായിട്ടൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മരുന്നോ. അപ്പം അച്ഛനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്നോട് പറയായിരുന്നു, അവനെ കുട്ടികളുടെ ഭാവി കണക്കിലെടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് അല്ല ഞാൻ പറയും. നമ്മൾ ഉദ്ദേശിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഭാവിയാണ്. അതെ, അതാണല്ലോ മെയിൻ ആയിട്ട്. പഠന ചെലവും അവരുടെ പഠന കാര്യങ്ങളും പിന്നെ അവരുടെ 3 പെൺകുട്ടികളല്ലേ, അവരുടെ കാര്യം. അപ്പൊ എനിക്കിപ്പോ അതുകൊണ്ട് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് വർഷത്തിൽ ഒരു സിനിമയുള്ളൂ. അതിന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഞാൻ അത് കണ്ടിട്ട് ഒരു 25,000 രൂപയുടെ ഒരു FD ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് വെച്ചാല് ഇതുകൊണ്ടുള്ള ചാനലുകാർ കാണുന്നവർ ഇതുകൊണ്ട് കുട്ടികളെ സഹായിക്കാനൊക്കെ വന്ന് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എവിടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാലേ ഞാൻ എവിടെയും ആരുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കും. എനിക്ക് ആ പരിപാടി ഇല്ലാത്തതാണ്. ഞാൻ ചെയ്യുന്നു. ബാക്കി കാര്യങ്ങൾ ഇപ്പം നമ്മൾ അതിൽ എല്ലാ കാര്യം പറയുന്നുണ്ട്. അല്ല അതല്ല ഞാൻ പറയുന്നത്, ആരെങ്കിലും സഹായിക്കണം നമ്മളോട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് പറഞ്ഞു കൊടുക്കാം.
അത് നമ്മൾ കുട്ടികളുടെ പേര് സേവ് ആക്കിയെങ്കിൽ അത് കാര്യമുള്ളൂ. അപ്പൊ ഞാനിപ്പോ ചെയ്തിരിക്കുന്നത് ഒരു 25,000 രൂപ നമുക്ക് അത്രേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ മന്ത്ലി ഇവർക്ക് ഒരു ചെറിയൊരു പൈസ കിട്ടും. പിന്നെ എല്ലാ ജൂൺ മാസവും ഇവർക്ക് അവിടുന്ന് അല്ല അതിന് കൊടുക്കാനുള്ളതും. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു അല്ല ഇനിയിപ്പോൾ അവർക്ക് ജൂൺ മാസം ഇതേപോലെ സമയത്ത് നമ്മളെ കയ്യിൽ എന്തെങ്കിലും വേണം. പിന്നെ ഞാൻ നോക്കട്ടെ എൻ്റെ കൂട്ടുകാരോടൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ലേ. നമ്മൾ നേരെ കാണുന്നതല്ലേ, നമ്മൾ ചാനലിൽ കാണുന്നതും നേരെ കാണുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം ഞാൻ നേരെ തന്നെ കണ്ട് ചെയ്യലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു 25 രൂപയുടെ ഇത് കുട്ടികളുടെ ഭാവി കണക്കിലെടുത്ത് വെച്ചാണ് ഇതാ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു FD ആണ്. അപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ എല്ലാ മാസവും ഒരു ചെറിയ പൈസയേ ഉള്ളൂ കേട്ടോ, വലിയ പൈസയൊന്നുമില്ല. എന്നാലും ആ ചെറുതെങ്കിൽ ചെറുത് അത് കിട്ടുന്ന ഒരു കാര്യമാണ്. അത്രയെങ്കിലും എല്ലാ മാസവും കിട്ടുമല്ലോ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റേ ആവണി എന്ന് പറഞ്ഞ ആ കുട്ടിയാണ് നമ്മൾ അതിൻ്റെ നോമിനി ആക്കിയത് അല്ലേ. ആവണി കുട്ടിയല്ലേ വരുന്നത്? അപ്പോൾ ഞാൻ മോളെ കണ്ടിട്ടില്ല, എന്നിട്ട് ഞാൻ മോളെ ഇത് വെച്ചിട്ട് ചെയ്യുമായിരുന്നു. അപ്പം വളരെ അത്യാവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കും. അപ്പം നമ്മൾ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അതിനുള്ളൊരു വരുമാനമില്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജൂൺ മാസമൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ. നമ്മുടെ സന്തോഷ് സാറെ കഴിഞ്ഞ ആഴ്ച വിളിച്ച് എന്നോട് ഈ വിഷയം അന്വേഷിച്ച് നമ്മുടെ ഇവിടുത്തെ ഒരു അവസ്ഥ പറഞ്ഞപ്പോൾ തന്നെ സാർ ഈ കേസിൽ ഇടപെട്ട് ഇവിടെ ഇന്ന് എത്തിയിട്ടുള്ള സാർ കോഴിക്കോട് നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ദൂരം കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് ഇന്നലെ വന്ന് താമരശ്ശേരിയിൽ നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് നമ്മുടെ ഈ പുല്ലാട് എത്തി ഇവിടെ ഈ ഭവനത്തിൽ അതിന് സന്തോഷ് സാർ നമ്മൾ ഈ നാടിൻ്റെ നന്ദി ഞങ്ങൾ പ്രത്യേകം അറിയിക്കുക, സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ അത്രയും ദൂരത്തു നിന്ന് വന്നതാണല്ലോ, എനിക്ക് ബസ്സിനാണ് വന്നത്. ഇന്നലെ വന്നിട്ട് നമ്മൾ അല്ല ഞാൻ ഈ ഒരു കാര്യത്തിനായിട്ട് എൻ്റെ പല ജോലികളും മാറ്റിവെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് അല്ല നമ്മൾ ഈ ചാനലിലൂടെ കണ്ടു എന്നല്ലാണ്ട് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഇവരിലൂടെയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. പക്ഷേ വേറെ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? വേറെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്തെങ്കിലും സാധനങ്ങളായിട്ട് കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡ്രസ്സിൻ്റെ എന്തെങ്കിലും കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അച്ഛന് ഭയങ്കര പ്രയാസമാണ്. ആണോ? അത് നമ്മൾ പറയുമ്പോൾ തന്നെ പുള്ളിക്ക് താങ്ങാൻ പറ്റത്തില്ല. അതാണല്ലേ. സാറ് താമരശ്ശേരിയിൽ നിന്നാണ് ഇത്രയും ദൂരത്തു നിന്ന് ഇവിടെ വന്ന ഈ കുട്ടികളെ ഇത്രയും സഹായിക്കാൻ. ഞങ്ങളുടെ ഈ നാട്ടുകാരിൽ നിന്നും ഞാനാണെങ്കിൽ ഞങ്ങളുടെ കുടുംബശ്രീയുടെ ഒരു ADSന്റെ പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ ഈ മരിച്ചുപോയ സാരിമോള് ADSന്റെ സെക്രട്ടറി കൂടിയായിരുന്നു. അവർക്ക് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നു? ഒരു ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ 3 കുഞ്ഞുങ്ങളുടെ കാര്യം അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ചാനൽ കാണുന്നവർ ഈ കുട്ടികളെ സഹായിക്കാൻ പറ്റുന്നവർ അവരെ സഹായിക്കുക. പിന്നെ ഈ സാറ് വന്ന് ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ ആലന്തറ കോളനി നിവാസികളുടെ പിന്നെ നന്ദി ഞാൻ സാറിന് അറിയിക്കുന്നു. അമ്മ വേറെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ഇവിടെ? നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഓക്കെ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറൊന്ന് ഞാൻ നമ്പർ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇപ്പം നമുക്ക് കുട്ടികളുടെ ഡ്രസ്സിൻ്റെ എന്തെങ്കിലും നോക്കണോ? റെഡിയാണോ? വേണ്ട ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ പോയിട്ട് എടുക്കാം. വേണോ? ഉടുപ്പ് വേണോ? അല്ല നമ്മൾ ആ ചാനലിലെ വാർത്ത കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. അപ്പോൾ പിന്നെ 3 ചെറിയ കുട്ടികളാണെന്ന് കേട്ടപ്പോൾ നമുക്കുണ്ടായൊരു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 12ാമത്തെ സിനിമ കേരള ലൈവ് എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസ് ബന്ധപ്പെട്ട് ഇങ്ങനെ നടത്തിയിരുന്നു. അപ്പോൾ ഇനി ആ റിലീസായതിനു ശേഷം പുതിയ ചാരിറ്റിയൊക്കെ ഏറ്റെടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാരണം ഞാൻ അത്രയും സാമ്പത്തിക ടൈറ്റിലായിരുന്നു. അപ്പോഴാണ് ഈ ന്യൂസ് കേൾക്കുന്നത്. അപ്പോൾ ആ കുട്ടികളെ ഒരു മുഖം ഇങ്ങനെ ആലോചിച്ചപ്പോൾ എല്ലാവർക്കും വിഷമം തോന്നിയിട്ടാണ്. വലുതായിട്ടൊന്നും ചെയ്യാനും പറ്റിയില്ല, എന്നാലും ചെറിയ രീതിയിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാന്നുള്ളതിലാണ്. കൊട്ടാരക്കര മീഡിയയുടെയൊക്കെ ന്യൂസ് ഇങ്ങനെ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ജിജു എനിക്ക് അത്യാവശ്യം ഒരു ഐഡിയ തന്നു. അപ്പോൾ നമ്മൾ ചാനലിൽ കണ്ടതിലുപരിയായി ഇവർ കറക്റ്റ് നേരെ വന്ന ആളുകളാണല്ലോ. അപ്പോൾ അത് വെച്ച് കണ്ടപ്പോൾ എന്തെങ്കിലും നമ്മളാലാവുന്ന ചെറിയ ഹെൽപ്പാണെങ്കിൽ ചെയ്തു കൊടുക്കാമെന്ന് വരും. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഇത്രയും ദൂരെ എന്ന് പറയുമ്പോൾ 2 ദിവസമാണ് എനിക്കതിൽ പോകുന്നത്. എന്നാലും ചെറിയ രീതിയിലായാലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ആശാ വർക്കറാണ്. പിന്നെ കോളനി ഭാഗമാണ്. ഒരു
അറിയാൻ വേണ്ടി ഇപ്പം കണ്ട് ആ അതെ അതെ, എല്ലാം ലക്ഷം വീട് കോളനികൾ തന്നെയാണ് അല്ലേ? ആ, എത്ര വീടുണ്ട് മേഡം മൊത്തം? ഈ ഏരിയത്തെല്ലാം 200 ചില്ലാൻ എല്ലാവരും അങ്ങനെ ചെറിയ ജോലി ചെയ്ത് ജീവിക്കുന്നവർ തന്നെയാണ്? കൂലിപ്പണിക്ക് പോകുന്നവർ, കൂലിപ്പണി അല്ലെങ്കിൽ ഇങ്ങനെ തൊഴിലുറപ്പൊക്കെ ആയിട്ട് പോകുന്നവരായിരിക്കും. പിന്നെ വീട്ടിൽ ജോലിക്ക് പോകുന്നവർ അങ്ങനെയാണ്. പിന്നെ സാറിനെ പോലെ മനസ്സുള്ളവർക്ക് കൂടുതലായിട്ട് സിനിമയിൽ അവസരം കിട്ടട്ടെ എന്നാ അതെ അല്ല, നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴല്ലേ മേഡം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് അല്ലേ, ഞാൻ പറയായിരുന്നു എനിക്ക് എത്രയാ ചെയ്യാൻ പറ്റൂല. അതെ ആ അതുകൊണ്ട് അല്ല എന്ത് ചെയ്യാന്നല്ല അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല, അമ്മയൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല. അപ്പം ഞാൻ പറയായിരുന്നു എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് എനിക്കും അറിയില്ല. ആ അതെ അതെ അതെ. ഈ കുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ടോ? ഷാരിക്ക് എന്ന് പറഞ്ഞ ഡിഗ്രി ആയിരുന്നു. അപ്പം നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കും, അല്ല അപ്പോഴേക്ക് അത്രയല്ലേ പറ്റുള്ളൂ. സ്പോൺസർ ചെയ്യാനുണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം അത് വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞ നമ്മുടെ 3 പെൺമക്കളാണല്ലോ, അപ്പോൾ അവരുടെ പഠനം, അപ്പോൾ അത് ഏറ്റവും വലിയൊരു ഇതായിട്ടും അച്ഛനും അമ്മയ്ക്കാണെങ്കിലും വയ്യാതിരിക്കുന്നതാണ് പ്രായമായിട്ടും. അപ്പോൾ അത് സഹായം ആവശ്യമാണ്. ആരെങ്കിലും സ്പോൺസറിങ്ങിനെ പറ്റുമെന്നുണ്ടോ ഞാൻ നോക്കാം. സ്പോൺസേഴ്സ് വേണം കുട്ടികളുടെ പഠനം ഏറ്റെടുക്കണം. അതെ അതെ അതെ. പിന്നെ വീടിൻ്റെ അതെ അതെ. നിങ്ങളന്ന് 7 ദിവസം 8 ദിവസം അല്ലേ ഹോസ്പിറ്റലിൽ? 9 ദിവസം ഹോസ്പിറ്റലിൽ. ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് പോവാ അല്ലേ? 2 കൂടുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ കോയിപ്പുറം പഞ്ചായത്തിലെ പുല്ലാട് എന്ന് പറയുന്ന പ്രദേശത്തിലുള്ള ആലിന്തർ കോളനിയിലാണ്. ഇന്നിവിടെ സന്തോഷ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് സാർ ഇവിടെ എത്തിയതിൽ. കാരണം 1 മാസം മുമ്പ് ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ഷാരി എന്ന 34 വയസ്സുള്ള പെൺകുട്ടി ഇവിടെ മരണപ്പെടുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം ആ സാഹചര്യം. അപ്പോൾ ഇവിടെ അവർ 3 കുട്ടികളാണ് ഷാരിക്കുള്ളത്, 3 പെൺമക്കളാണ്. അപ്പോൾ കുട്ടികളുടെ പഠന ആവശ്യത്തിനും അങ്ങനെ അവരുടെ വീട്ടിൽ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഈ വിഷയങ്ങളൊക്കെ സാറ് മീഡിയ വഴി അറിഞ്ഞു. സാറ് എന്നെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ കൂടുതൽ വിവരങ്ങൾ സാറിന് കൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ സാറ് കോഴിക്കോട് നിന്നും ഈ ഇത്രയും ദൂരം യാത്ര ചെയ്ത്, എനിക്ക് തോന്നുന്നു 8 മണിക്കൂർ കൂടുതൽ യാത്ര ചെയ്ത് നമ്മുടെ ഈ ചെറിയൊരു പ്രദേശത്ത് ഇവിടെ എത്തിച്ചേർന്ന് ഈ കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ച് കുട്ടികൾക്ക് പഠനാവശ്യത്തിന് ഒരു FD നൽകിയിട്ടാണ് സാർ ഇന്ന് പോകുന്നത്. ഇതൊരു വലിയൊരു മാതൃകാപരമായൊരു പ്രവർത്തനമാണ് സാർ നൽകിയത്. സാർ എന്നോട് പറഞ്ഞു സാറിന് സിനിമയ്ക്ക് കിട്ടുന്ന വരുമാനങ്ങളൊക്കെ തന്നെ സാർ ഇതുപോലെ ചാരിറ്റികളാണ് ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ സാറ് ഈ രംഗത്തേക്കൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഈ സാറിൻ്റെ സിനിമകളൊക്കെ വീക്ഷിക്കാറുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് സാറിൻ്റെ ഈ സിനിമയ്ക്ക് കിട്ടുന്ന വരുമാനം സാറ് ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സാറിനോടുള്ള ആരാധനയും അതേപോലെ താല്പര്യവും ഞങ്ങൾക്ക് കൂടിയത്. അപ്പോൾ ഇതൊരു വലിയ ഒരു പ്രവർത്തനമാണ്, മഹത്തായ ഒരു പ്രവർത്തനമാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന സന്തോഷ് സാറിന് ഞങ്ങളുടെ എല്ലാവിധ ഭാവങ്ങളും അറിയിക്കുകയാണ്. ഈ നാടിൻ്റെ നന്ദി അറിയിക്കുകയാണ് സന്തോഷ് സാറിന്. ഇനി ഞങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കും, ഉറപ്പായിട്ട് ഞങ്ങൾ എത്തിച്ചേരണം. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ അറിയിച്ചാൽ മതി. ഈ കുട്ടികളുടെ പഠനാവശ്യം പരിമിതികളുണ്ട്, എന്നാലും നിങ്ങൾ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ ആ വീടിൻ്റെ ഒരു ഫോട്ടോ അല്ലെ അത്രയ്ക്കുള്ള അവസ്ഥയുള്ളൂ അല്ലേ എന്തെങ്കിലും ഞങ്ങൾ ഞാൻ ഇവിടെ കാരുണ്യ ഹെൽത്ത് ഫൗണ്ടേഷൻ്റെ പുല്ലാട് സോണൽ സെക്രട്ടറിയാണ്. CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറും കൂടിയാണ്. അപ്പോൾ എല്ലാവിധ ആശംസ. താങ്ക് യു.